വെൽക്കം ടു പോളോസിസ് ടെക്നോളജീസ്. ഏപ്രിൽ 1, 2026 പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിൽ പോളോസിസ് സോഫ്റ്റ്വെയറിൽ പുതിയ ബില്ല് എൻട്രി ചെയ്യുന്നതിന് മുൻപ്, അതായത് മാർച്ച് 31, 2026 ലാസ്റ്റ് ബില്ല് എൻട്രി ചെയ്തതിന് ശേഷം പോളോസിസിൽ പുതിയൊരു ഫിനാൻഷ്യൽ ഇയർ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പുതിയ ഫിനാൻഷ്യൽ ഇയർ ആഡ് ചെയ്യുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും ബാക്കപ്പ് എടുത്തു വെക്കുക. ലാസ്റ്റ് 31 ബില്ലടിച്ചതിന് ശേഷം ബാക്കപ്പ് ജനറേറ്റ് ചെയ്യുക. ആ ബാക്കപ്പ് കംപ്രസ് ചെയ്ത് മറ്റൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റി വെക്കുക. കോമൺ ആയിട്ട് ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെ ബാക്കപ്പ് ജനറേറ്റ് ചെയ്യുക. അതിനുശേഷം അഡ്മിൻ യൂസറിൽ ലോഗിൻ ചെയ്യുക. പോളോസിസിൻ്റെ അഡ്മിൻ യൂസർക്ക് മാത്രമാണ് പുതിയ ഫിനാൻഷ്യൽ ഇയർ ആഡ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ടാവുക. അഡ്മിൻ യൂസറിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് ലോഗിൻ ആവുക. ലോഗിൻ ചെയ്തതിന് ശേഷം സിസ്റ്റം എന്നുള്ള മെനുവിൽ ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. മുകളിലുള്ള ഐക്കണിൽ സിസ്റ്റം ഫിനാൻഷ്യൽ ഇയേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫിനാൻഷ്യൽ ഇയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ നിലവിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇയേഴ്സും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ ഫിനാൻഷ്യൽ ഇയേഴ്സ് ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഒരു ഫിനാൻഷ്യൽ ഇയറേ ഉള്ളുവെങ്കിലും അവിടെ ഫിനാൻഷ്യൽ ഇയർ നിലവിലുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിലവിൽ റണ്ണിംഗ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്ത് എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ, അതായത് 1 ഏപ്രിൽ 25 ടു 31 മാർച്ച് 26 എന്നുള്ള ഫിനാൻഷ്യൽ ഇയറാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഫിനാൻഷ്യൽ ഇയറിലെ ആക്റ്റീവ് എന്നുള്ള സ്റ്റാറ്റസ് മാത്രം ചേഞ്ച് ചെയ്ത്, ഡേറ്റ് ഒന്നും ചേഞ്ച് ചെയ്യരുത്, ആക്റ്റീവ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് പ്രോസസ്സിംഗ് എന്നുള്ളതിലേക്ക് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫ്രം ഡേറ്റും ടു ഡേറ്റും വന്നിട്ടുണ്ടാവും. ആ ഡേറ്റ് ഒന്നും കൂടി വെരിഫൈ ചെയ്യുക. അത് 1 ഏപ്രിൽ 26 ടു 31 മാർച്ച് 2027 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആയിരിക്കും ഡിഫോൾട്ട് ഉണ്ടാവുക. അതൊന്നും കൂടി ആക്റ്റീവ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്ത് റീലോഗിൻ ചെയ്യുക. റീലോഗിൻ ചെയ്യുന്ന സമയത്ത് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ ലോഗിൻ ചെയ്യേണ്ടത് ആ ഫിനാൻഷ്യൽ ഇയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് ബില്ല് എൻട്രി ചെയ്യാവുന്നതാണ്.